മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. കുടുംബങ്ങൾക്ക് വേണ്ടി മക്കളെ വിശുദ്ധിയിൽ വളർത്താൻ, കുടുംബം ഒന്നിച്ച് സ്വർഗോന്മുഖമായ യാത്ര ചെയ്യാൻ, മാധുര്യകരമാക്കുവാനായിട്ട് എൻജസ് ആർമിയുടെ ഒരു എളിയ സമ്മാനം മധുരമൊഴി. ഇതിൽ നമ്മെ ഇന്ന് സഹായിക്കുവാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡെയ്സി ആൻറ്റിയാണ്. ഡെയ്സി മാത്യു ആൻറ്റി സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻജസ് ആർമിയിൽ നിന്ന് നമ്മോടൊപ്പം ഇന്ന് ചേരുന്ന കുടുംബം തലശ്ശേരി രൂപതയിലെ തോമാപുരം ഇടവകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട സജിച്ചേട്ടനും ദിവചേച്ചിയുമാണ്. രണ്ടുപേരെയും ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെയൊക്കെ ഒത്തിരി ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മലയാള സിനിമ വന്നിരുന്നു, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻറ്റ്. വളരെ മനോഹരമായി, വളരെ നർമ്മപരമായി മലയാളിയുടെ പ്രത്യേകിച്ച് നമുക്ക് വിശുദ്ധരോടുള്ള സ്നേഹമൊക്കെ മനോഹരമായിട്ട് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരുന്നു. രഞ്ജിത്തിൻ്റെ സിനിമയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഭാഗമായിരുന്നു മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം, പ്രാഞ്ചിയേട്ടൻ എന്ന കഥാപാത്രം വിശുദ്ധന് മുമ്പിൽ പോയിരുന്നിട്ട് സങ്കടങ്ങളും വിഷമങ്ങളും നിരാശയെല്ലാം ഏറ്റവും പറഞ്ഞേൽപ്പിക്കുകയാണ്. കുറേ നേരം പറഞ്ഞിട്ട് ഒന്നും മറുപടി വരുന്നില്ല. അപ്പോൾ അവസാനം മമ്മൂട്ടി പറഞ്ഞു, നിങ്ങൾ എന്ത് വിശുദ്ധനാണിത്, എന്ത് വിശുദ്ധൻ, ഒരു മറുപടി പോലും തരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നപ്പോഴത്തേക്ക് അവിടുന്ന് ലാറ്റിൻ ഭാഷയിൽ കുറേ ഡയലോഗുകൾ വിശുദ്ധൻ ഇങ്ങോട്ട് പറയുന്നു. അപ്പോൾ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പറയാണ്, ചുമ്മാതായി പോയല്ലേ, നാളെ ഇതുവരെ മലയാളികൾ ഇട്ട നേർച്ചയെല്ലാം വേസ്റ്റായിപ്പോയി, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വേസ്റ്റായിപ്പോയി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ മലയാളം അറിയത്തില്ല, പറഞ്ഞുകൂടായിരുന്നോ? ഇത് പറഞ്ഞിട്ട് മമ്മൂട്ടി ഇറങ്ങി നടക്കാൻ പോയപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ആദ്യത്തെ ഡയലോഗ്, എൻ്റെ ഫ്രാൻസീസേ. മമ്മൂട്ടി ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ വിശുദ്ധ നിൽക്കുന്നു. എടാ അരിപ്രാഞ്ചി. അത് കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് ഭയങ്കര സങ്കടവും നിരാശ. കാരണം ആർക്കും വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത പേരായിരുന്നു അത്. അപ്പോൾ എടാ ഈനാശുവിൻ്റെ മകൻ അരിപ്രാഞ്ചി. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശുദ്ധന് ഓരോരോ പേര് വിളിച്ച് അപ്പോൾ അത് കേട്ട അവസാനം നായകൻ അവിടെ കീഴടങ്ങി. ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ വിശുദ്ധൻ വന്നിട്ട് ഓരോരോ പേര് വിളിക്കുന്നത്? ആദ്യം ഫ്രാൻസിസേ, 2 ഈനാശുവിൻ്റെ മകൻ ഫ്രാൻസിസേ, 3 ഈനാശുവിൻ്റെ മകൻ അരിപ്രാഞ്ചി. അവൻ്റെ ജീവിതം മുഴുവൻ ഏറ്റവും ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. ഇതാണ് വിശുദ്ധന് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു റോളെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മുടെ കൂടെ നിന്നിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബാപ്റ്റിസം കഴിയുമ്പോൾ വിശുദ്ധർ അവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നു, നമ്മൾ അവരെ അനുഗമിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ മധുരമൊഴിയിലെ ചെറിയ സംസാര വിഷയം. വിശുദ്ധരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട്, അവരുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് സ്വർഗോന്മുഖമാക്കി നമ്മുടെ മക്കളെ എങ്ങനെ ഒരുക്കി യാത്ര ചെയ്യിക്കാം. നമുക്ക് നമ്മുടെ ആൻറ്റിയിൽ നിന്ന് തുടങ്ങാം. ആൻറ്റി, ഈ വിശുദ്ധരുള്ള സ്നേഹവും മധ്യസ്ഥതയും താല്പര്യമൊക്കെ എങ്ങനെയാണ് ആൻറ്റി ഒന്ന് പറഞ്ഞു തരുമോ? നമ്മൾ സാധാരണ നമ്മൾ കത്തോലിക്കരിൽ പലർക്കും പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ കൂടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു സംശയം തോന്നാറുണ്ട്. അപ്പം നമ്മൾ കൂടുതലും മധ്യസ്ഥം വഹിക്കുക, മധ്യസ്ഥം ചോദിക്കുക എന്നുള്ള ഒരു ഫോർമൽ റിലേഷൻഷിപ്പിൽ നിർത്താറുണ്ട്. അതിനകത്ത് പോലും പലർക്കും സംശയമുണ്ട്. അതിന്റെ കാര്യം പോലെ പറഞ്ഞു. ഒരു പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വന്ന് പറഞ്ഞു, ആൻറ്റി ബൈബിളിനകത്ത് പറയുന്നുണ്ടല്ലോ ഈശോ മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന്, പിന്നെ നമ്മൾ എന്തിനായി സകല വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതാണ്. ഞാൻ മോളെ, നീ ഇപ്പോൾ പല പ്രാവശ്യം എന്നോട് വന്ന് ചോദിക്കാറുണ്ടല്ലോ, ആൻറ്റി എൻ്റെ പേർക്ക് പ്രാർത്ഥിക്കണേന്ന്. പാപിയായ എന്നോട് ചോദിക്കാമെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചു പോയ ഇവരോട് ചോദിക്കുന്നതിനെന്നാ, അവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് നമ്മൾ പറയുന്നതിലെന്നാ തന്നെ തെറ്റിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ നമുക്ക് സംശയം. അവള് അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചവരല്ലേ, മരിച്ചവരെങ്ങനെ പ്രാർത്ഥിക്കും, മരിച്ചവരെങ്ങനെ പ്രാർത്ഥിക്കും? അതിനകത്ത് അങ്ങനെയാണല്ലോ വചനത്തിൽ പറയുന്നുണ്ട്, മരിച്ചവർ സ്തുതിക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, വചനത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം ഈശോയിൽ വിശ്വസിച്ച് മരിച്ചവരാണ് അവര്. അപ്പൊ അവർ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാവ് മരിച്ചിട്ടില്ല, ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു എന്നുള്ളത് മാത്രമാണ്. അവർ മരിച്ചവരല്ല, അവർ ജീവിക്കുന്നവരാണ്, നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ഉള്ളവരാണ്. അവർ വിജയിച്ച സഭയാണ് ഒന്നിച്ച് ഒറ്റ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നീ ചിന്തിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത സംശയമൊക്കെ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരീരം വേർപെട്ടതാണെങ്കിൽ അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അതും വചനത്തിൽ പറയുന്നുണ്ട്,
ആത്മാവാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നല്ലോ, പറയുന്നത് അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി. അപ്പൊ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് ആത്മാവുണ്ട്, അവർ ആത്മാവ് മരിച്ചിട്ടില്ല. അവരോട് നമ്മൾ ഒന്ന് ചേർന്ന് ജീവിച്ച് ഒത്തിരി പേർക്കുള്ള വലിയ സംശയമാണ്. പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭക്കാരൊക്കെ പറഞ്ഞ് തെറ്റിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ഒന്ന് ചേർന്ന് ഒരു കൂട്ടായിട്ട് നമ്മൾ പോകുന്ന ഒരു സംഭവമാണ്. അതാണ് പുണ്യന്മാരുടെ ഐക്യം എന്നുള്ള കാര്യം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് കുടുംബത്തിലേക്ക് വരാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, നമ്മുടെ വിശുദ്ധരുടെ സൗഹൃദം, അതിലൊക്കെ എങ്ങനെയാണ് മക്കളെ വളർത്തിക്കൊണ്ട്? ചേട്ടാ സജിച്ചേട്ടൻ ഒന്ന് പറയാമോ? നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മുടെ ലക്ഷ്യം തന്നെ ക്രിസ്ത്യാനി അനുകരിക്കുക, വിശുദ്ധരെ തീരുക എന്നുള്ളതാണല്ലോ. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ മക്കളോട് പറയും. മെയിനായിട്ടുള്ള എയിം, ജീവിതത്തിൻ്റെ മെയിനായിട്ടുള്ള എയിം വിശുദ്ധരാകുക. ഞാൻ മക്കളോട് പറയാറുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് പറയാറുണ്ട്, പഠിക്കുന്ന കാര്യം റിസൾട്ട് വാങ്ങണം, നല്ല മാർക്ക് മേടിക്കണം, അതൊക്കെ ഓക്കെ. എനിക്ക് എൻ്റെ ആഗ്രഹം ഫസ്റ്റ് ചാൻസ് ഗോസ് ടു വിശുദ്ധരാകുക. സെക്കൻഡറി മാത്രമേ പ്രയോറിറ്റി അതാണ്. അപ്പം അങ്ങനെ ഒരു അഡ്വൈസാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. അതിലുപരിയായിട്ട് അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പ്രാർത്ഥന, അവസാനം സ്വയംഭര പ്രാർത്ഥനയുണ്ട്. അപ്പോൾ മക്കളെ തലയെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും. എല്ലാവർക്കും, മക്കൾക്ക് വേണ്ടി തന്നെയല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. 5 പേർക്കും പ്രാർത്ഥിക്കും. അപ്പോൾ അവസാനം പ്രാർത്ഥിച്ച് നിർത്തുന്നത് വിശുദ്ധമായി തീർക്കണേ. അതാണ് നമ്മൾ എയിമിൽ കൊണ്ട് അവസാനം കൊണ്ട് നിർത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രെയർ ലൈഫ് മക്കൾക്ക് കൊടുത്ത് നമ്മൾ പിള്ളേർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത്, കൊച്ചു പിള്ളേർക്കൊക്കെ ബർത്ത്ഡേ പ്രസന്റ് അങ്ങ് കൊടുക്കുമ്പോഴത്തേന് കൊച്ചു കൊച്ചു ഈ പടങ്ങളുള്ള വിശുദ്ധരുടെ കഥകളുള്ള പുസ്തകങ്ങളൊക്കെ കൊടുക്കുവാണ്. വളരെ വലിയൊരു ചൂടും കൂടിയാണ് അതിലേക്കാണ് വരേണ്ടത്. ശരിക്കും പിള്ളേർക്ക് വിശുദ്ധരാണെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന എവിടുന്ന, അല്ലെങ്കിൽ വിശുദ്ധരുടെ മാതൃക കിട്ടണമെന്ന് താല്പര്യം കിട്ടുന്ന എവിടുന്ന അവർക്ക് അറിയണം. വിശുദ്ധരറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധമായ പുസ്തകങ്ങൾ, വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ അവർ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കണം, നമ്മുടെയൊക്കെ എത്ര പേരുടെ വീട്ടിലുണ്ട് ഒരു ആത്മീയമായിട്ടുള്ള ലൈബ്രറി, ഒരു സ്പിരിച്വൽ ലൈബ്രറി? അറ്റ്ലീസ്റ്റ് ഒരു 10-12 ബുക്കെങ്കിലും ഉള്ള. ഞാൻ ഓർക്കുന്നു, ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, വെനറബിളായിട്ടുള്ള വാൻ, വിയറ്റ്നാംകാരനാണ്. അവന് വിശുദ്ധനാവണമെന്ന് സ്വപ്നമൊക്കെ ഉണ്ടായിട്ട് അവൻ എങ്ങനെ ആവണമെന്നറിയില്ല. അറിയാവുന്ന വിശുദ്ധരൊക്കെ വലിയ ഹൈഫൈ വിശുദ്ധരൊക്കെയാണ്, രക്തസാക്ഷികളൊക്കെയാണ്. അവസാനം അവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തൊരു ബുക്കിൽ നിന്നാണ് കൊച്ചുറീസയുടെ ജീവിതം കിട്ടുന്നത്. എങ്ങനെ വിശുദ്ധരാകാം എന്നവന് മനസ്സിലാവുന്നത് തന്നെ. ചേച്ചിക്ക് മക്കൾക്കുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും പറയാമോ? ഉണ്ട്. എൻ്റെ മൂത്തയാള് ഒക്ടോബർ 1 ആണ് ഉണ്ടായത്. അവളുടെ പേര് കൊച്ചുതെരേസ. കൊച്ചുറീസയുടെ ദിവസം തന്നെ ഉണ്ടായ ആളാണ്. അപ്പൊ അത് എനിക്ക് അന്ന് സിസേറിയൻ ആയിരുന്നു, ഡ്രൈ പ്രഗ്നൻസി ആയിരുന്നു. നട്ടെല്ലിന് ഇഞ്ചക്ഷൻ വെച്ചിട്ടായിരുന്നു എടുത്തത്. അപ്പം ബോധമുണ്ട്, നമുക്ക് ബോധം പോയിട്ടില്ല. അപ്പം സിസ്റ്റേഴ്സ് കുർബാന കഴിഞ്ഞ് വന്ന് ആദ്യ വെള്ളിയാഴ്ചയും കൂടി ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കൊച്ചുത്രേസ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഒന്നാമത് ഡ്രൈ പ്രഗ്നൻസി ആണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇവരെടുക്കുമ്പോഴും ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്, നമ്മളിങ്ങനെ തള്ളി ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അന്നേരം ഇവര് പറയുന്നത്, നീ കൊച്ചുത്രേസ്യനെ വിളിച്ച് പ്രാർത്ഥിക്കേ. അപ്പൊ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു. 1-ാം തീയതി ഉണ്ടായി, ഈ സമയത്ത് എന്നോട് കൊച്ചുത്രേസ്യനെ വിളിച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞു. പെൺകുട്ടിയാണെന്നുള്ള നേരത്തെ അറിയായിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട്, എനിക്ക് കൊച്ചുത്രേസ്യ എന്ന് പേരിടണം എന്ന്. പക്ഷെ മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയുടെ പേരിടണം. ഉണ്ട്. അപ്പൊ നമുക്കത് പറയാനും പറ്റില്ല. പക്ഷെ ഞാൻ കർത്താവിന്റെ അടുത്ത് എന്റെ ആഗ്രഹം അറിയിച്ചു. അതിനുശേഷം അവള് കരഞ്ഞില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴും ഇവര് പിന്നെയും പറയുന്ന കൊച്ചുത്രേസ്യനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഇതന്നെ പ്രാർത്ഥിക്കുന്നു, ഞാൻ പിന്നെ എന്റെ ആഗ്രഹം പറയുന്നു. ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഞാൻ സിസേറിയന് കയറി പോകുന്നതിന് മുമ്പ് സഹിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, സഹിച്ചേട്ടൻ മേടിക്കുമ്പോൾ ഈശോയുടെ കൈ ചേർത്ത് വെച്ച് വേണം ആദ്യമായിട്ട് കുഞ്ഞിനെ സ്വീകരിക്കുമ്പോ. കാരണം അമ്മമാരൊക്കെ നിപ്പുണ്ട്. പക്ഷെ ഞാൻ ആദ്യം എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, സഹിച്ചേട്ടൻ മേടിച്ചോട്ടെ. അവിടെ ഒരു ചെറിയൊരു കാരണം, അപ്പൊ അവര് മേടിക്കുമ്പോ ആ കൊച്ചിനെ അവരുടെ കയ്യിലോട്ടാണല്ലോ മേടിക്കുക. എനിക്ക് അങ്ങനെ അങ്ങ് പറയാനും പറ്റില്ല. അപ്പൊ സഹിച്ചേട്ടനോട് പറഞ്ഞു, തീർച്ചയായിട്ടും കയ്യിലോട്ട് മേടിക്കണം. അപ്പൊ ഇങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞ കാരണം അവരൊക്കെ സൈലന്റ് ആയിട്ട് പതിയെ നിന്നു. ഉള്ളില് വിഷമം തോന്നിയോന്ന് അറിയില്ല, എങ്കിലും നമ്മളത് നിർബന്ധമായിട്ട് ചെയ്തു. അപ്പം കയ്യിലോട്ട് അങ്ങനെ മേടിച്ചു. ആദ്യം പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ടാണ് കുഞ്ഞിനെ മേടിച്ചത്. അതിനുശേഷമാണെങ്കിലും ഈ മാമോദീസയുടെ സമയമായപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷനായി. ശരിക്കും ഇടേണ്ട പേര് എലിസബത്ത് എന്നാണ്, വല്യമ്മയുടെ പേരിടണം, സജന്റെ അമ്മയുടെ പേരിടണം. അപ്പൊ എല്ലാരും പറഞ്ഞു കുറെ എലിസബത്തുമാരുണ്ട്, അപ്പൊ അതുകൊണ്ട് എലീന എന്ന് പേരിടാൻ തീരുമാനിച്ചു.
അപ്പോൾ പപ്പയുടെ അനിയൻ ഫാദർ ജോർജ് മച്ചേനെയാണ് മാമോദീസ മുക്കിയത്. അപ്പോൾ കൊച്ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു 1-ാം തീയതി ഉണ്ടായതല്ലേ കൊച്ചു തെരേസ എന്ന് പേരിടണം. പക്ഷെ എനിക്കിത് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അന്നേരം കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ എങ്ങനെയെങ്കിലും ഒരു ചാൻസ്. അപ്പൊ അച്ഛൻ ചോദിക്കൂലോ, അച്ഛൻ ചോദിക്കും കൊച്ചിന്റെ പേരെന്താന്ന് അച്ഛൻ ചോദിച്ചു. തലോട്ടമ്മ പേര് പറഞ്ഞു, എലീനാന്ന് പേര് പറഞ്ഞു. പക്ഷെ അച്ഛൻ മുക്കിയത് കൊച്ചു തെരേസാന്ന് അങ്ങ് മുക്കി. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആഗ്രഹിച്ച പോലെ ഒന്നും മിണ്ടാതെ കർത്താവ് നേരം അയച്ചു തരുമായിരുന്നു. അതിനുശേഷമാണെങ്കിലും മോള് വളർന്നു വന്നപ്പോഴാണെങ്കിലും ആ ഒരു ചൈതന്യം, എപ്പോഴും ചിരിക്കുന്ന സ്വഭാവം, അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുണ്ടായി. കിട്ടിയെന്നുള്ളത്. പിന്നീട് നമ്മള് ബർത്ത്ഡേക്ക് വന്നപ്പോഴും മേടിച്ച് ആദ്യം കുഞ്ഞു കൊച്ചുറേസിയുടെ പുസ്തകമാണ് മേടിച്ചു കൊടുത്തേ. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യം അവളെ എഴുത്തിന് ഇരുത്തിയപ്പോഴും കൊച്ചു ത്രേസ്യയുടെ ഒരു പേഴ്സണൽ പ്രെയർ ഉണ്ട്. അത് ആണ് അവൾക്ക് ഒരു ബോർഡിൽ ഒട്ടിച്ചിട്ട് അവൾക്ക് പ്രാർത്ഥിക്കാനും എഴുത്തിന് ഇരുത്തിയപ്പോഴും അത് എഴുതിച്ചിട്ടാണ് ഈശോ എന്ന് എഴുതിച്ചതിന് ശേഷം ഇത് പ്രാർത്ഥനയും കൂടെ കൊച്ചിന് കൊടുത്തു. അതൊരു ഭയങ്കര മനോഹരമായ. സാധാരണ നമ്മള് ഞാൻ എൻ്റെ അടുക്കലൊക്കെ കുഞ്ഞുങ്ങളെ എഴുതിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ ഈശോ എന്ന് എഴുതിക്കും, ഈശോ മറിയ അവസരപ്പെടുന്ന ആദ്യം എഴുതിക്കുന്നത്. പിന്നീട് ഈ 1-2-3 പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം കൊച്ചുറേസയുടെ പ്രാർത്ഥനയും കൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേടാന്നുള്ള അത് കൊടുത്ത് അവൾക്ക് പറഞ്ഞും കൂടെ കൊടുത്തിട്ട് പിന്നെയുള്ള കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൊച്ചിന് ഇഷ്ടമായിരുന്നു കേൾക്കാനാണെങ്കിലും. പിന്നീടാണെങ്കിലും വലുതായി കഴിഞ്ഞപ്പം ആദ്യ കുർബാനയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പുസ്തകം മേടിച്ചു കൊടുത്തു. അപ്പൊ ഇത് വായിക്കും തോറും ഇവള് അറിയാതെ ആ ഒരു കൊച്ചു ത്രേസ്യ ഭാവം വരുന്നുണ്ട്. മാറി തുടങ്ങി. കാരണം ആള് പെട്ടെന്ന് സങ്കടം വരും, ഇതൊക്കെ വരും. എങ്കിലും ഇപ്പൊ അവള് +1-ലായി. ഇപ്പൊ പറയുന്ന കേട്ട എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ കുഞ്ഞിലെ കൊടുത്ത ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പം വേദനകളും സഹനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ റോസപ്പൂവായിട്ടാണ് കൊടുക്കുന്നത്. അത് ഈ അങ്ങനെ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് വേദന വന്നാലും അവള് പറഞ്ഞു തരുന്നു, അമ്മയെ കളയല്ലേട്ടോ, തിരിച്ചിങ്ങോട്ട് പറയും. ഇത് പഴയ നമ്മുടെ വിശുദ്ധ കാരമൻ ഇതുപോലെ അമ്മയ്ക്ക് ഒരു തിരിച്ചു പണി കൊടുത്തതായിട്ട് അമ്മ കുഞ്ഞിലെ കൊച്ചിനെ പുണ്യങ്ങൾ പഠിപ്പിക്കുമല്ലോ. ഒരു ദിവസം വിശുദ്ധ കാരമനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഒരു കുഞ്ഞ് കള്ളം പറഞ്ഞു. കൊച്ചു വിഷമിക്കാൻ സങ്കടം വരാതിരിക്കാൻ വേണ്ടിയാ. അപ്പോൾ കൊച്ചു തിരിച്ചു കൊടുക്കണം അമ്മേ ഒരിക്കലും കള്ളം പറയരുത്, ഈശോയ്ക്ക് സങ്കടം വരും, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മ കള്ളം പറയരുത്. അതുപോലെയാണ് കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ ആ ഒരു സമയത്ത് നമുക്കതെല്ലാം വിശുദ്ധിയുടെ വലിയ നിറച്ചാർത്താൽ തിരിച്ചു തരുന്നതായിരിക്കും. പറഞ്ഞോളൂ. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുഞ്ഞിലെ വേദനകൾ വരുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കണം, ഇങ്ങനെ കുഞ്ഞു പൂവായിട്ട് കൊടുക്കണം, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞിലെ കാല് മുറിഞ്ഞാലും ഒക്കെ ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചു കൊടുക്കും, അതുപോലെ അവരെ കൊണ്ട് ചെല്ലിക്കും. പക്ഷെ ഇപ്പം ഈ കുറച്ച് നാളായിട്ട് എനിക്ക് വേദനകൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉടനെ ഇവള് ഹോസ്റ്റലിലാണ്. അപ്പോഴേ വിളിച്ചു പറയുന്നത്, അമ്മേ ഒന്നും നഷ്ടപ്പെടുത്തല്ലോ കേട്ടോ, ഒന്നും വേസ്റ്റ് ആക്കരുത്. കാരണം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താൽ അവർ തിരിച്ചു തരികയാണത്. വിശുദ്ധരെ കൊച്ചു ത്രേസ്യ എന്ന് പേരുള്ളതുകൊണ്ട് കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു സംഭവമാണ് എല്ലാം റോസപ്പൂവായിട്ട് കൊടുക്കുക. അപ്പൊ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ വെറും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ളവരല്ല, നമ്മൾ അവരെ അനുകരിക്കാനുള്ളതാണ്. നമുക്ക് എപ്പോഴും തെറ്റുപറ്റി പോകുന്ന ഭാഗം അതാണ്. നമ്മളെല്ലാവരും മധ്യസ്ഥതയുടെ പുറകെ പോകുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു ഉള്ളിൽ നിന്നുള്ള ബന്ധം ശരിക്കും നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധർ പരദേശികളല്ല, വിശുദ്ധരങ്ങ് ദൂരെ നിൽക്കേണ്ടവരല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചി, അതല്ലേ നമ്മുടെ എല്ലാ. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ സ്തുതിക്കാൻ നേരത്തെ ഓർക്കാറുണ്ട്, നമ്മൾ സ്തുതിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നമ്മൾ സ്വർഗത്തോടൊപ്പം സ്തുതിക്കുന്നത്. അപ്പോൾ ആരാ? ചാവറയച്ചൻ, അൽഫോൺസാമ്മ, എബ്രാസിയാമ്മ, മദർ തെരേസ, എല്ലാവരും ഒന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ചുള്ള, അതല്ലേ നമ്മുടെ തമ്പുരാൻ കാണി. നമ്മളെല്ലാം ഒറ്റ മക്കള്. ചേച്ചി തുടർന്ന് പറഞ്ഞോളൂ, അല്ലെ ഞാനങ്ങ് പറഞ്ഞു പോവുക. ചേച്ചി പറഞ്ഞോളൂ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഇവര് സംസാരിക്കുന്നതായിട്ടും, കാരണം പ്രെയർ കൂടുതൽ ശക്തമായി. ഇപ്പൊ കൊച്ചുറേസ്യ ആണെങ്കിലും അവൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും വിശുദ്ധരുടെ ഒരു അറ്റാച്ച്മെന്റ് അല്ല, ഒരു എന്നാ പറയണ്ടേ, ഒരു സംഭാഷണം എപ്പോഴും ഉള്ള ഒരു തൊട്ടടുത്തിരിക്കുന്ന ഒരു കാര്യത്തില്. ഒരു സമയം കഴിഞ്ഞപ്പോൾ കൊച്ചുറേസ്യ ഇറങ്ങി വരുവാന്ന് പറയുന്നത്. അവന് ഈശോയോട് ചോദിച്ചു, എനിക്ക് കൊച്ചുറേസ്യയുടെ സഹായം തരാവോ, എന്റെ പെങ്ങളായിട്ട് തരാവോ. അപ്പൊ പെങ്ങൾ എപ്പോഴും കൂടെ എല്ലാ സമയങ്ങളിലും കൂടെ ഇരിക്കുന്ന പറയുന്നത്. രണ്ടാമത്തെ മകള് അൽഫോൺസ, പേര് ജൂലൈ 28-നാണ് അവൾ ഉണ്ടായത്. അതും കൃത്യമായിട്ട് അൽഫോൺസാമ്മയുടെ തിരുനാളിൽ തന്നെ ഉണ്ടായത്. അതെ, ഉണ്ടായത്. അപ്പൊ അവളുടെ
മാമോദീസയുടെ സമയത്ത് ഞങ്ങൾക്ക് പിന്നെ വലിയ നോട്ടമൊന്നും വേണ്ടി വന്നില്ല. ആദ്യത്തെ ഒരു ചട്ടപ്പടി ചോദ്യങ്ങളൊന്നുമില്ല, നേരെ അൽഫോൺസാന്ന് പേരിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും വിശുദ്ധരുടെ ബുക്ക് ഇങ്ങനെ തന്നെ ഇതേ ട്രഡീഷനില് കൊടുത്ത് തന്നെ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. പക്ഷെ ഇതിലൊരു പ്രത്യേകത വന്നത്, അവൾക്ക് മൂത്തയാൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് ഒരു ഇതിലേക്ക് വന്നതെങ്കിൽ ഇവൾക്ക് ആദ്യം തൊട്ടേ സഹനങ്ങളിലൂടെയായിരുന്നു. 10 മാസമായപ്പോ തൊട്ട് തീർച്ചയായിട്ടും 10 മാസമായപ്പോഴത്തേക്കും സ്കിന്ന് ഫുള്ള് ഒരസുഖം വന്നിട്ട് സ്കിന്ന് അതായത് മുടിയും നഖമൊഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്കിൻ ഡിസീസ് വന്നു. അപ്പൊ അതെല്ലാം പോയി. അന്നോട്ടേ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു സഹനത്തിൽ കൂടെ തന്നെ പോണ ഒരു കൊച്ചായിരുന്നു. അപ്പൊ അവക്ക് സമർപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അന്നേരം ഈ കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇവളുടെ വേദന. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നു, ഈശോയുടെ കുരിശിന്റെ സ്ഥാനത്തോട് ചേർത്ത് വെച്ചോണ്ടിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞിട്ടാണെങ്കിലും സ്ഥിരമായിട്ട് ഒന്നുകിൽ കാലുളുക്ക്, കൈയുളുക്ക്, എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ ആദ്യം തൊട്ടേ ഇത് സഹനം നല്ലതാണ്, ഇത് ചേർത്ത് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ഇവർക്കത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇവർക്കിത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇടയ്ക്കൊരു UP സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് എന്തെങ്കിലും അസുഖം വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഒരു മാസമൊക്കെ വരാതിരുന്നപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ഒരു അസ്വസ്ഥത പോലെ. അപ്പൊ എന്നോട് ചോദിക്കും, ഇതെന്താ എനിക്കൊന്നും വരുന്നില്ലല്ലോ, ഇപ്പൊ എന്നോട് ഈശോയ്ക്ക് സ്നേഹം കുറഞ്ഞു പോയോ? അങ്ങനെയാണല്ലോ ഈശോ എനിക്ക് അൽഫോൻസാ പ്രാർത്ഥന അങ്ങനെയാണല്ലോ, കൂടുതൽ സഹനങ്ങൾ ഇതിങ്ങനെ കേട്ട് കേട്ട് ഇതാണല്ലോ ശീലമുള്ളത്. അപ്പൊ കുറഞ്ഞു പോയോ, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ കിട്ടാൻ തുടങ്ങും പതിയെ. പക്ഷെ എന്നാലും അവൾക്ക് ഇപ്പോഴാണെങ്കിലും ആ ഒരു സഹനങ്ങൾ വരുമ്പോഴും ആള് റെഡിയാണ് സ്വീകരിക്കാൻ. അത് വലിയൊരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ഷാറ്റേഡായി പോകുന്നതും അല്ലെങ്കിൽ വല്ലാണ്ട് തകർന്നു പോകുന്നതൊക്കെ അവർക്ക് ഈ വിഷമങ്ങളും തകർച്ചകളും സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. എനിക്ക് ഇങ്ങനെ ഒരിക്കലേ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ സ്ഥിരമായിട്ട് അന്തോണീസിൻ്റെ നൊവേന കൂടാൻ പോകുന്ന ആളാണ്. നമ്മുടെ കേരളത്തിൽ പിന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അന്തോണീസ്, യൂതദേവസൊക്കെ ആണല്ലോ. മാതാവിനും യോസേപ്പിതാവിനും വലിയ ഡിമാൻഡില്ല, കാരണം അത്ഭുത പ്രവർത്തകരുടെ കൊച്ചുരസിക്കൊന്നും വലിയ ഡിമാൻഡൊന്നും തീരെയില്ല കേട്ടോ. പിന്നെ അല്പമൊക്കെ വായിക്കുന്നവർക്കും ആത്മീയമായിട്ട് ഇങ്ങനെ വളരെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇവർക്ക് ഡിമാൻഡുള്ളൂ. ബാക്കി എല്ലാവർക്കും കൂടുതൽ അത്ഭുതം ചെയ്യുന്നവരാണല്ലോ പള്ളികളിലൊക്കെ ആൾ കൂടുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടയത്തൊക്കെ ഭയങ്കരമായിട്ട് അന്തോണീസ് ഉണ്ണിയാളുടെ കപ്പകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നല്ല രസമായിട്ട് ആരാധനയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് 9 ആഴ്ച നൊവേനയൊക്കെ കൂടി ഇറങ്ങി വന്നൊരു വ്യക്തിയെ എൻ്റെ സുഹൃത്ത് കണ്ടുമുട്ടിയപ്പോഴത്തേക്ക് ചോദിച്ചു, അന്തോണീസിൻ്റെ കൂടെ തമാശയ്ക്ക് ചോദിച്ചാൽ അന്തോണീസിൻ്റെ കൂടെ കയ്യിൽ ഉണ്ണീശോ ഇരിപ്പുണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തിന് എന്താണെന്ന് അറിയാം, എന്നാലും ചുമ്മാ ഒന്ന് തമാശയ്ക്ക് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് പുള്ളി, അയ്യോ അത് ശരിയാണല്ലോ, ഞാൻ അതിനെപ്പറ്റി ഇതൊരു ആലോചിച്ചില്ലല്ലോ. ചിലപ്പോൾ ഉണ്ടല്ലോ മാതാവിൻ്റെ സ്വന്തക്കാർ വല്ല ആയിരിക്കും അത് അന്തോണീസ്, അതുകൊണ്ടായിരിക്കും ഉണ്ണീനെ എടുത്ത് തോളെ ഇത് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് സംഭവിച്ചതാണ്. അത്രയും ഗ്രാഹ്യമൊക്കെ ഉള്ളൂ നമുക്ക് നമ്മുടെ വിശുദ്ധരെ പറ്റി. ഇത് കേട്ടിരിക്കുന്ന നമുക്ക് എത്ര പേർക്കറിയാം, കുറ്റപ്പെടുത്തുന്നുള്ളൂ, എത്ര പേർക്കറിയാം നമ്മുടെ സ്വന്തം വിശുദ്ധനെ, അതായത് എൻ്റെ പേരിൻ്റെ കാരണക്കാരനായ വിശുദ്ധനെ പറ്റി ഒരു 10 സെൻറ്റൻസ് പറയാൻ പറഞ്ഞാൽ, നമ്മളങ്ങനെ പരീക്ഷ എഴുതുന്നത്, ഒരു 10 സെൻറ്റൻസ് പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ ഔസേപ്പിതാവോ അല്ലെങ്കിൽ അന്തോണീസിനെ പറ്റി ചോദിച്ചാർക്കും അറിയത്തില്ല, മാതാവൊക്കെ വിട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒന്നും അറിയില്ല. അതിൻ്റെ ഈ വിശുദ്ധരുടെ സൗഹൃദം അല്ലെങ്കിൽ വിശുദ്ധരുടെ കൂട്ടായ്മ, നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു ആഴം ഒരു കുടുംബത്തിൽ എത്രമാത്രം അനുഭവിക്കണം, അതിന് പറയാമോ? അത് ഒരു അനുഭവത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു അമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുക, അമ്മച്ചിയുടെ മക്കളൊക്കെ വിദേശത്താ. ഒരു ദിവസം അമ്മച്ചി കവലയിൽ എന്തോ വാങ്ങിക്കാൻ പോയപ്പോഴത്തേനും അവിടെ 2 പയ്യന്മാര് ചെറുതായിട്ട് ഇച്ചിരി മോഷണമൊക്കെ ചെയ്യുന്ന, ഇച്ചിരി കാണിക്കുന്ന പയ്യന്മാര്. അപ്പൊ ആ പിള്ളേര് യൂത്താണ്. അവർ ചോദിച്ചു അമ്മച്ചിയോട്, അമ്മച്ചിയുടെ വീട്ടിൽ ഈ അടുത്ത ദിവസം എന്തുവായിരുന്നു സംഭവം? എന്തോ സംഭവം? ഒരു സംഭവമില്ല. അല്ല, എന്തോ പാർട്ടി വല്ലതും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, വിദേശത്തിന് മക്കളും വല്ലതും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ആരും വന്നിട്ടില്ലായിരുന്നു. പിന്നെ യഹൂദരുടെ വേഷത്തിൽ കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, സ്ത്രീകളും പുരുഷന്മാരും വിദേശ വേഷത്തിൽ. അപ്പോഴാണ് അമ്മച്ചിക്ക് ക്ലിക്കായത്. അമ്മച്ചി രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേന് ഏറ്റവും അവസാനം പ്രാർത്ഥിക്കുന്ന സകല വിശുദ്ധരുടെയും ലുത്തീനിയായ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. അവരുടെ ആ കൂട്ട്, അവരുടെ ആ സൗഹൃദം, അവരുടെ ആ ഒരു സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയില് എല്ലാ ദിവസവും സകല വിശുദ്ധരുടെയും ലുത്തീനിയ, സകല വിശുദ്ധ വെച്ചാൽ
ആ ഒരു അച്ചടിച്ച ആ ഒരു രീതിയിലല്ല, ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടംപോലെ വിശുദ്ധരുടെ പേര് വെച്ച് അവരോടെല്ലാം അപേക്ഷിക്കണമെന്ന് പറയും. അപ്പൊ ആ സമയത്ത് നമുക്ക് ശരിക്കും എല്ലാവരും കൂടി നമ്മുടെ കൂടെ ഉള്ള പോലെ. ഞാനത് ഒന്ന് ആൻറ്റി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പണ്ടൊരിക്കൽ വീട്ടിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഒരു ജപമാലയ്ക്ക് പോയപ്പോഴത്തേക്ക് ആ വീട്ടിൽ 5 മക്കളുണ്ട്, അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട്. അവരെ ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഇളയ മകളാണ് ആദ്യം അപ്പൻ ഇത് തുടങ്ങി കർത്താവ് അനുഗ്രഹിക്കണൊക്കെ തുടങ്ങി ലുത്തിന് തുടങ്ങി ആദ്യ ഭാഗമായപ്പോൾ അവളുടെ പേരിലുള്ള വിശുദ്ധരുടെ പേര് പറഞ്ഞു. അതിനുശേഷം അവൾക്ക് ഇഷ്ടമുള്ള കുറേ 10-25 വിശുദ്ധർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ അടുത്ത ആൾ, ഒരു 5 മക്കളുണ്ട്, 5 മക്കളുണ്ട് 10-200 വിശുദ്ധരുടെ പേര് പറഞ്ഞ്. അത് കഴിയുമ്പോൾ അപ്പൻ തുടങ്ങി, അമ്മ തുടങ്ങി. ഞാൻ പേടിച്ചു പോയി. ഇപ്പം ഞാനെങ്ങാനും പറയേണ്ടി വന്നാലോ ഇനി എനിക്കറിയാവുന്ന എല്ലാ വിശുദ്ധരും തീർന്നു പോയി. പിന്നെ മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ മിണ്ടാൻ പോലും പറ്റില്ല. അതൊക്കെ പണ്ടേ കഴിഞ്ഞു. നമുക്ക് 10 ദിവസം 4 ദിവസം 3-4 പേരൊക്കെ അറിയാവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു ദൈവാനുഭവത്തിൽ വളരാനുള്ള കാരണം കൂടിയാണ്. ആൻറ്റി പറഞ്ഞോളൂ. അപ്പം ഈ ഒരു സാന്നിധ്യം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. എനിക്കൊരു ആൻജിയോഗ്രാം, ഹാർട്ടിന് പ്രശ്നം വന്നിട്ട് ആൻജിയോഗ്രാം ടെസ്റ്റ് കയറ്റിയ. അപ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സമാധാനം എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ മനുഷ്യ സ്ത്രീയായിട്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ കൂട്ടത്തിൽ കുറേ പേര്, ഇതെല്ലാം ഈ പറഞ്ഞത് യഹൂദ വേഷത്തിലുള്ള ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നതും എനിക്ക് അനസ്തീഷ്യ തരുന്നതും എനിക്ക് മറ്റേ ആൻജിയോഗ്രാം ചെയ്യുന്നതും എല്ലാം ഈ പറഞ്ഞ ഈ വിശുദ്ധരാണ് എൻ്റെ കൂട്ടത്തിൽ. അപ്പം നമ്മുടെ ആ ഒരു പ്രതിസന്ധിയുടെ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒട്ടും ടെൻഷൻ വരാത്ത രീതിയിൽ സ്വർഗത്തിലുള്ള വിശുദ്ധർ എന്റെ കൂട്ടത്തിലുണ്ട്. 10 മിനിറ്റ് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്തു. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഭയങ്കര അതിശയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ആൻജിയോഗ്രാമിന്റെ റിപ്പോർട്ട് അവർ എഴുതിയപ്പോൾ അവർ തുടങ്ങിയത് എങ്ങനെയാണ്, എ പ്ലസന്റ് ലേഡി എന്ന്. അങ്ങനെ. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ പ്ലസന്റ് ആയെന്നുള്ളത് എനിക്ക് നല്ല. അപ്പൊ അവര് തന്നെ പറഞ്ഞു എങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ കിടക്കാൻ പറ്റിയെന്നുള്ളത്. സ്വർഗം മുഴുവൻ എന്റെ കൂടെ ഉണ്ട്. ഇതൊരു വലിയൊരു വിറ്റ്നസിംഗ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ അപ്പം ഞാൻ എൻ്റെ വിശുദ്ധരുണ്ടല്ലോ, എൻ്റെ പേരിന് ഞാൻ എലിസബത്താണ്. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു അനുഭവം കൂടെ ഓർമ്മ വന്നു. യോഹന്നാന്റെ മംദാനയുടെ അമ്മയുടെ പേര് എലിസബത്ത് എന്നാണല്ലോ. അപ്പൊ ഞാൻ കൂടെ പറയും, ഞാൻ പറയും നിന്റെ അടുത്ത് മാതാവ് വന്നപ്പോഴത്തേനും നീ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു. അങ്ങനെയല്ല നീ അറിഞ്ഞത് ഇത് ദൈവത്തിന്റെ അമ്മയാന്ന്, അല്ലാതെ നീ എങ്ങനെ അറിയാനാ? അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ, ഞാൻ എന്റെ വയറ്റിൽ ദൈവം ഉണ്ടെന്ന് പറയാനായിട്ട്. അപ്പൊ അങ്ങനെയല്ല നീ അറിഞ്ഞത്. അപ്പൊ മാതാവ് നിന്റെ അടുത്ത് വന്ന് നിന്നെ ഒന്ന് അഭിവാദനം ചെയ്തപ്പോ നീ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു. ഇതേ കാര്യം എനിക്കും കൂടെ സാധിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ നിന്റെ പേരൊന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ ശരിക്കും അത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശരിക്കും ആ ആത്മാവിന്റെ നിറവ് നല്ലപോലെ തോന്നാറുണ്ട്. നല്ലപോലെ തോന്നും. ഒരാളും കൊണ്ടുണ്ട് എലിസബത്ത്, ത്രിത്വത്തിന്റെ എലിസബത്ത്. പുള്ളിക്കാരത്തി എപ്പോഴും ഹൃദയത്തിൽ ത്രിത്വൈക ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ടിരിക്കും. ഞാൻ പക്ഷെ ഒരു ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് ഞാൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചുകൊണ്ട് വരും, വേറെ ആരും ഇല്ല എൻ്റെ കൂട്ടത്തിൽ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ത്രിത്വത്തിന്റെ എലിസബത്തിനോട് ഒരു സ്നേഹവും ഒക്കെ തോന്നിയിട്ട് വാ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പാടാന്ന് പറഞ്ഞോണ്ട് ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞാനത് പാടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുവാണ് പുള്ളിക്കാരത്തി എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ് വോയിസും കൂടെ കൂട്ടി വളരെ നല്ല ബ്യൂട്ടിഫുൾ വോയിസിൽ ഒരാളും കൂടി എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പാടുന്നതായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത് എന്തുമാത്രം അവർ സ്നേഹം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം, സൗഹൃദം നമുക്ക് കൂടെ വന്ന് പാടുന്ന ഒരു ഇത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമ്മളിങ്ങനെ വിശുദ്ധരുടെ കൂട്ടായ്മയെ പറ്റിയും അവരെ സ്നേഹത്തോടെ കുടുംബത്തിലാക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ. ചേച്ചി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്കൊക്കെ വേണ്ടി ചേച്ചിക്ക് എങ്ങനെ നമ്മുടെ മക്കളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് നടപ്പാക്കാം, അല്ലെങ്കിൽ പിള്ളേർക്ക് എങ്ങനെ ഈ ഒരു വിശുദ്ധരോടുള്ള സൗഹൃദത്തിൽ വളർന്നു വരാനുള്ള ഒരു എളുപ്പവഴികളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ഞാനിങ്ങനെ ചെറിയ വിശുദ്ധരുടെ പുസ്തകം വായിക്കും. ആദ്യം മക്കളിൽ പ്രത്യേകിച്ച് മോൻ്റെ അടുത്ത് ഇത് നേരിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കി, വിശുദ്ധര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറയാൻ നോക്കി. പക്ഷെ അത് ഏക്കുന്നില്ല. ഏക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് എങ്ങനെ പഠിപ്പിക്കുന്നുള്ള ചിന്തയായി. അപ്പോഴത്തേക്ക് ഇവന് ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവനോട് ചോദിക്കും, മോനെ ഏത് ഇതിൻ്റെ കഥയാണ് കേൾക്കണ്ടേ? അപ്പോൾ അവൻ ചിലപ്പോൾ പറയും മുയൽ, അല്ലെങ്കിൽ കുരങ്ങൻ, അല്ലെങ്കിൽ കഴുത, എന്തെങ്കിലുമൊക്കെ കുറേ മൃഗത്തിൻ്റെ പേര് പറയും. അപ്പം അത് വെച്ചിട്ട് ഇപ്പം അനുസരണ പഠിപ്പിക്കുമെങ്കിൽ ഈ അമ്മയപ്പനും ഈ കഥ എങ്ങനെ പറയണോ, ഈ അനുസരണം എങ്ങനെ പഠിപ്പിക്കണോ, ആ രീതിയിൽ അന്നേരം ഒരു കഥ ഉണ്ടാക്കും. വിശുദ്ധരുടെ ജീവിതമൊക്കെ ഈ മൃഗങ്ങളിൽ കണക്ട് ചെയ്തിട്ട് കഥ ഉണ്ടാക്കും. അപ്പൊ ഇവൻ ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ചോദിക്കും,
അപ്പൊ അനുസരിച്ചില്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടാവോ? ഈശോയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. ഓക്കെ. എല്ലാവരും കഥാപാത്രങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും, പക്ഷേ സ്ഥലവും അപ്പൊ ഇതൊക്കെ മാറുന്നേ അപ്പൊ ഇത് ഉള്ളൂ. കൃത്യമായിട്ട് അവൻ അങ്ങോട്ട് സ്വീകരിക്കും. അപ്പൊ അതുപോലെ അസൂയ പാടില്ല, അത്യാഗ്രഹം പാടില്ല, കള്ളം പറയരുത്, ഇതെല്ലാം ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം പിള്ളേര് മൃഗങ്ങളിലൂടെയൊക്കെ വിശുദ്ധന് പറഞ്ഞ സാധനങ്ങൾ, വിശുദ്ധ സിംഹവും അല്ലെങ്കിൽ വിശുദ്ധ പുലിയൊക്കെ വന്നിട്ട് പിള്ളേരോട് പറഞ്ഞിട്ട് പോകും. അപ്പൊ അന്നേരത്തേക്ക് ഇവർക്ക് ഉള്ളിൽ നന്നായിട്ട് നിൽക്കും അത്. ഇത് നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾ എന്നും കുരിശ് വരയ്ക്കുന്നത് വഴിയായിട്ട്, നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന വഴിയായിട്ട്, കുരിശ് വരച്ചവരെ മുദ്ര ആയി ചെയ്യുന്ന വഴിയായിട്ട് എല്ലാ ദിവസവും പ്രയർ ടൈമിന് തീരുന്ന സമയത്ത് ഞങ്ങൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നുണ്ട്. അതിന് പുറമെ ഒരു ദിവസം ഒരു അഞ്ച് ടൈം കുരിശ് വരച്ച് കിടക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 5 പ്രാവശ്യം മുദ്ര ചെയ്യും. അതായത് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും മക്കൾ എഴുന്നേക്കുക. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ തലയിൽ നെറ്റിയിൽ പോയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എല്ലാ ആന്തരിക മുറിവിൽ നിന്നും ഇത് ഇങ്ങനെ പറഞ്ഞ് മുദ്ര ചെയ്യും. ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് ശരിക്കും. നമ്മുടെ മക്കളൊക്കെ, ഞാൻ ഒരിക്കലും വീട്ടമ്മയിൽ നിന്ന് പഠിച്ചാണ്. ഞാൻ പിള്ളേർ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയാണ്. അപ്പോൾ അമ്മ മക്കളുടെ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരപ്പിക്കുന്നു, അപ്പനും മറിക്കുന്നു. ഞാൻ അച്ഛനോട് എന്നെ കൊണ്ട് മറിപ്പിച്ചു. എന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛൻ മക്കൾ എങ്ങോട്ടൊക്കെ പോകണമെന്ന് അറിയത്തില്ലല്ലോ, അവർ ലോകത്തിൽ എന്തൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് അവരെ മുഴുവൻ പോകുന്ന എല്ലായിടത്തും സംരക്ഷണം കിട്ടാൻ വേണ്ടി അവർ കുരിശ് വരച്ചു വിടണമെന്ന്. നമ്മളിത് കാണുന്നില്ല എന്നേ ഉള്ളൂ. തിന്മയ്ക്ക് എന്തായാലും ഈ നെറ്റിയിലുള്ള കുരിശ് ഉറപ്പായിട്ടാണ് വിസിബിൾ ആണ് അവർക്ക്. മോനൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ തിരക്കുള്ള സമയത്ത് അത് നമ്മളെ ചൈമയിൽ ഇല്ലെങ്കിൽ കുരിശ് വരയ്ക്കാൻ മറന്നു എന്ന് വിചാരിച്ചു. അപ്പം ബൈക്കിനെ കൊണ്ടുപോയി ടൈമിലേക്ക് വിടുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോഴേ ചോദിക്കുമ്പോൾ ചോദിച്ചു വാങ്ങിക്കും, കുരിശ് വരച്ചില്ലെന്ന് വാങ്ങിക്കും മോന. അവര് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ചോദിക്കും. നമ്മൾ മറന്നു പോയാൽ പോലും, ജസ്റ്റ് നമ്മൾ തിരക്കുള്ള സമയത്താണെങ്കിൽ എന്തെങ്കിലും കാണത്താലെ വിട്ടു പോയാൽ പോലും ഇന്ന് കുരിശ് വരച്ചില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി തിരുസഭയില് എല്ലാത്തിനും വിശുദ്ധരുണ്ട്. എല്ലാത്തിനും വീട്ടുജോലിക്കാർക്ക് വിശുദ്ധരുണ്ട്. വിശുദ്ധ സീറ്റയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വിശുദ്ധരുണ്ട്. വിശുദ്ധ കുപ്രത്തിനോ, നല്ല തമാശക്കാരനായ, എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റാതെ പോയ ഒരു മണ്ടനായ പാവ വിശുദ്ധനായിരുന്നു. കാണിക്കുന്ന എല്ലാം മണ്ടത്തരങ്ങൾ, ആഗ്രഹമൊക്കെ ഉണ്ട്. അച്ഛനാകുമ്പോൾ ടീമാണ്, പഠിക്കാനൊക്കെ ഒട്ടും പറ്റാതെ കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര അത്ഭുതകരമായിട്ട് സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് കുടുംബങ്ങൾ ഒന്നിച്ചെന്ന് കാണേണ്ട സിനിമയാണ് വിശുദ്ധ കുപ്രത്തിനോടെ ഫ്ലൈയിങ് സെയിന്റ് എന്ന് പറയുന്ന സിനിമയുണ്ട്. സെയിൻറ്റ് കുപ്രത്തിന് ഉറപ്പായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ഇടവക അച്ഛന്മാരുടെ മധ്യസ്ഥനായ ജോൺ വിയാനി, കഴുതെന്നൊക്കെ ആൾക്കാർ വിളിച്ചോണ്ടിരുന്നത്. പിള്ളേർക്ക് ഇതുപോലെ എല്ലാ ഓരോ കളിക്കാരുടെ വിശുദ്ധരുണ്ട്, വീട്ടമ്മമാരുടെ വിശുദ്ധരുണ്ട്, ജോലിക്കാരുടെ വിശുദ്ധരുണ്ട്. സിനിമ ആർക്കെങ്കിലും അറിയാം TV-യുടെ മധ്യസ്ഥരാണെന്ന്? അത് നമ്മുടെ പിള്ളേർക്കൊക്കെ അത്യാവശ്യമുള്ള, ഫാമിലിക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമുള്ളതാണ്. കാരണം അമ്മമാരും മക്കളൊക്കെ ഒത്തിരി TV ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. വിശുദ്ധ ക്ലാരപ്പുണ്യതയാണ്. ക്ലാരപ്പുണ്യതയ്ക്ക് TV-യിൽ എന്ന പോലെ വിശുദ്ധ കുർബാന കാണുവാനായിട്ട് അസുഖമായിട്ട് കടന്നപ്പോഴത്തേക്ക് മുറിയിൽ തന്നെ ഇരുന്ന് കാണുവാനായിട്ട് ഭാഗ്യം തമ്പുരാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും തിരുസഭയിൽ വിശുദ്ധരുണ്ട്. അതിനർത്ഥം അറിയാമോ, നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാവാം എന്നൊരു ഉറപ്പാണ്. ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും, പാവപ്പെട്ടവനും പണക്കാരനും പഠിക്കാൻ പറ്റാത്തവനും വലിയ പഠിപ്പിസ്റ്റിനും ജോലി ഇല്ലാത്തവനും ജോലിയുള്ളവനും കറങ്ങി എല്ലാവർക്കും വിശുദ്ധരാവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതിനൊത്തിരി സ്വാധീനിച്ചൊരു വിശുദ്ധനാണ് വിശുദ്ധ കൊച്ചു കുര്യാക്കോസ്. 3 വയസ്സ് വരെ കുഞ്ഞ് ജീവിച്ചിട്ടുള്ളൂ, വെറും 3 വയസ്സ് വരെ. ഈ കുഞ്ഞ് മതപീഡന കാലത്ത് ജനിച്ച് മരിച്ചുപോയ കുഞ്ഞാണ്. അപ്പോൾ അവൻ്റെ അമ്മേനെയൊക്കെ അവൻ്റെ കൺമുമ്പിൽ വെച്ചാണ് കൊല്ലുന്നത്. അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മയൊക്കെ മരിക്കുന്നത്. അതിനുശേഷം ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകും. കുഞ്ഞിനൊന്നും അറിയത്തില്ല. കുഞ്ഞ് കൊല്ലാനായിട്ട് മരിക്കാനായിട്ട് മുമ്പിൽ തന്നെ ഉറക്കം വിളിച്ചവരാണ് ഞാനത് ക്രിസ്ത്യാനിയാണെന്ന്. ഇതിൽ കൂടുതൽ ഒരു കുഞ്ഞ് എന്ത് പറയാനാണ്? ഒരമ്മയ്ക്കല്ല അപ്പന് അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ഇതിന് വലിയ അനുഗ്രഹം എന്ത് കിട്ടാനാണ്? കാരണം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ അമ്മ കാണിച്ചു കൊടുത്തു, അവൻ്റെ കുടുംബം മുഴുവൻ കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു സമ്പത്ത്, ഒരു സൗഹൃദത്തിൻ്റെ സമ്പത്ത്, ഒരു കൂട്ടിൻ്റെ മാതൃകയ്ക്കുള്ള വീരോചിതമായി പുണ്യം അഭ്യസിച്ചവരാണ് വിശുദ്ധരെന്നാണ് തിരുസഭ പറയുന്നത്. നമുക്ക് ഈ വീരന്മാരെയൊക്കെ കൂട്ടുപിടിച്ച്, ഈ വിശുദ്ധരെയൊക്കെ കൂട്ടുപിടിച്ച് നമ്മുടെ കുടുംബം നിറയ്ക്കാം. സകല വിശുദ്ധരെന്ന് ഒബേന ചെല്ലുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മുടെ വിശുദ്ധർ വരുന്നു, നമ്മൾ ഒന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൂട്ടായിട്ട്, ഇവർ പറഞ്ഞു തുടങ്ങിയ പോലെ കൂട്ടായിട്ട് അനേക വിശുദ്ധർ അവരുടെ എല്ലാ വഴികളിലും, എല്ലാ യാത്രയിലും, പഠന സമയത്തും ഉറക്കത്തിലും കളിയിലും എല്ലായിടത്തും വിശുദ്ധർ സംരക്ഷണം കാണും. നമുക്കൊന്നു ചേർന്ന് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥവും കൂട്ടും പിടിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് നമുക്ക് ഈ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്ന വലിയ സമ്പത്തായ ഞങ്ങൾ ഈ വിശുദ്ധരുടെ വലിയ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൊതിപ്പിക്കും വിധം നിന്നെ അനുഗമിച്ചവരാണല്ലോ ഇവർ ഓരോരുത്തരും. ഇവരുടെ ജീവിതത്തിലൂടെ ഈശോയെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഞങ്ങൾക്കും അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാം.
അവനും അവക്കും വിശുദ്ധരാവാമിൽ. എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധരായി തീർന്ന പോലെ തമ്പുരാനെ ഈ ജീവിതങ്ങൾ ഞങ്ങളെ ഈ നിമിഷം വെല്ലുവിളിക്കട്ടെ. പ്രത്യേകിച്ച് തമ്പുരാനെ, നീ ഞങ്ങൾക്ക് സമ്മാനമായി തന്ന ഞങ്ങളുടെ മാമോദിസ പേരിൻ്റെ വിശുദ്ധൻ, ആ വിശുദ്ധൻ്റെ ജീവിതം ഞങ്ങൾക്കിന്നും വലിയ മാതൃകയും സംരക്ഷണമായി തീരാൻ വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ തന്നെ സ്വർഗമായി തീരട്ടെ. തമ്പുരാനെ, ഈ വിശുദ്ധരെല്ലാം എൻ്റെ ചുറ്റുപാടും എപ്പോഴും നടക്കുമ്പോൾ അങ്ങനെ ഞാൻ പാപം ചെയ്യാതെ എപ്പോഴും നിന്നെ ധ്യാനിച്ചും സ്വർഗീയ കാര്യങ്ങൾ സംസാരിച്ചും സ്വർഗത്തിലേക്ക് നോക്കി നടക്കുവാനായിട്ട് ഞാൻ പഠിക്കും. തമ്പുരാനെ, ഏതെങ്കിലുമൊക്കെ നിമിഷം ഞാൻ ഇതൊക്കെ മറന്നു പോയിട്ട് പാപിയായിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പപേക്ഷിക്കുന്നു. ഏതൊരു പാപിക്കും വിശുദ്ധനാകാമെന്ന്, അവനൊന്ന് തിരിഞ്ഞു നടന്നാൽ വിശുദ്ധനാകാമെന്ന് എല്ലാ വിശുദ്ധരെന്നെ ഓർമ്മിപ്പിക്കുന്നു. തമ്പുരാനെ, നിനക്ക് നന്ദി. വിശുദ്ധരോടൊപ്പം തമ്പുരാനെ, ഏറ്റവും വലിയ വിശുദ്ധിയായ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം, വിശുദ്ധ ഔസേപ്പിനൊപ്പം, സകല വിശുദ്ധർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരതത്തിലെ ഞങ്ങളുടെ വിശുദ്ധരെയൊക്കെ ഞങ്ങൾ ഈ നിമിഷം കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചാവറയച്ചനെ, അൽഫോൻസാമ്മയെ, എവപ്രാസിയാമ്മയെ, മദർ തെരേസായെ, ഏറ്റവും മുകളിലായി തോമാസ് ലീഗായെ, ഫ്രാൻസിസ് സേവറിനെ എല്ലാവരും ഞങ്ങൾ ഈ നിമിഷം കൂട്ടുനിർത്തി ഒന്നു ചേർന്ന് തമ്പുരാനെ നിന്റെ മുമ്പിൽ, ത്രിത്വത്തിന് മുമ്പിൽ തലകുനിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോട്, നമ്മുടെ കുടുംബാംഗങ്ങളോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുരമൊഴി